സമയത്ത് അവനെ സന്ദർശിക്കുവാനെത്തിയ ജ്ഞാനികളിൽ ഒരാൾ പൊന്നാണ് അവിടത്തേക്ക് കാഴ്ചവെച്ചത്. സ്വർണം എന്നും ആഡംബരത്തിന്റെ സമ്പന്നതയുടെ പ്രതീകമാണ്. ഉണ്ണിയായി പുൽക്കൂട്ടിൽ പിറന്ന യേശു ദൈവപുത്രനാണെന്നും യഹൂദരുടെ രാജാവാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പൊന്നു കാഴ്ചയായി അവിടെ നൽകിയത്. രാജാവാണെങ്കിലും ഒരു ദരിദ്രനെ പോലെയാണ് അവൻ പിറന്നത്. കൊട്ടാരത്തിൽ ജനിക്കേണ്ടവൻ ഒരു കാലിത്തൊഴുത്തിലാണ് പിറന്നത്. ഈ ക്രിസ്മസ് കാലം നമ്മുടെ രാജാവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷമാണ്. ക്രിസ്മസിന് മാത്രമല്ല, എന്നും നമ്മുടെ ഹൃദയത്തിൽ അവൻ ജനിക്കണം. അവനെ വരവേൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങണം. അതിനുള്ള സമയമാണ് ഈ ആഗമനക്കാലം. നമ്മുടെ രാജാവിൻ്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.